ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുന്നിട്ട വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെന്നൈയിലെ മുതുക്കാട് സ്ഥിതി ചെയ്യുന്ന ദക്ഷിണ ചിത്ര എന്ന് പറയുന്ന ഹെറിറ്റേജ് മ്യൂസിയത്തിലേക്കാണ്. ചെന്നൈയിലെ ബെസ്റ്റ് ഓപ്പൺ എയർ ലിവിങ് മ്യൂസിയമാണിത് കേട്ടോ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറാണ്. അഡൽട്ട് 150 റുപ്പീസാണ് ചാർജ്, ആൻഡ് ബിലോ 5 ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചാർജസ് ഇല്ല. 1996 ഡിസംബർ 14 പൊതുജനങ്ങൾക്കായി തുറന്ന ഈ മ്യൂസിയം സ്ഥാപിച്ചത് മദ്രാസ് ക്രാഫ്റ്റ് ഫൗണ്ടേഷൻ ആണ്. ദക്ഷിണേന്ത്യക്കാരുടെ ജീവിതശൈലി, അവരുടെ സംസ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കി പ്രദേശത്തിൻ്റെ വാസ്തുവിദ്യയിലൂടെയും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെയും ശീലങ്ങളിലൂടെയും പ്രദർശിപ്പിച്ചിരിക്കുന്നു. അമേരിക്കൻ വംശജനായ ഒരു ഇന്ത്യൻ കലാചരിത്രകാരനായ ഡെബോറ ത്യാഗരാജാണ് മ്യൂസിയം നിയന്ത്രിക്കുന്നത്. ഇവിടെ കുറച്ച് വിഗ്രഹങ്ങളൊക്കെ സെയിലിന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പ്രൈസാണ് ഞാനിവിടെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയത്. 1,50,000 ആണ് ഈ ഗണേശ വിഗ്രഹത്തിൻ്റെ പ്രൈസ്. പിന്നെ ഞങ്ങൾ ഈ പോയത് സെമിനാർ ഹാളായിരുന്നു. അവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ചമ്മിപ്പോയി വേഗം തിരിച്ചിറങ്ങി. തമിഴ്നാട് സർക്കാരിൽ നിന്ന് 33 വർഷത്തിനു വേണ്ടി പാട്ടത്തിനെടുത്ത 10 ഏക്കർ ഭൂമിയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 4 സ്റ്റേറ്റ്സിലെ ഹൗസസ് ആണുള്ളത്: തമിഴ്നാടു, കേരള, ആന്ധ്രാപ്രദേശ് ആൻഡ് കർണാടക. ഇപ്പം നമ്മൾ പോകുന്നത് തമിഴ്നാടും കേരള സൈഡിലെ ഹൗസസ് കാണാനാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തമിഴ്നാട് സെക്ഷനിലാണ്. തമിഴ്നാട് സെക്ഷനിലെ ചെട്ടിനാട് ഹൗസിലാണ് ഇപ്പോൾ ഉള്ളത്. തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലുള്ള ഒരു പ്രദേശമാണ് ചെട്ടിനാട്. കാരക്കുടി എന്നൊരു ചെറിയ പട്ടണവും 74 ഗ്രാമങ്ങളും ചേരുന്നതാണ് ചെട്ടിനാട്. കലംകാരി ഡിസൈൻസ്, അതിന് യൂസ് ചെയ്യുന്ന വിവിധ തരം ഡൈസ്, അതിൻ്റെ ഒരു എക്സിബിഷനാണ് ഈ റൂമിൽ ചെയ്തിരിക്കുന്നത്. തമിഴ് ലാംഗ്വേജിൻ്റെ പ്രീ ഹിസ്റ്ററി, അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ക്രിപ്റ്റ് എല്ലാം വിവരിക്കുന്ന ഒരു ചെറിയൊരു എക്സിബിഷനാണ് ഈ റൂമിലുള്ളത്. തമിഴ്നാട്ടിൻ്റെ ടോപ്പോഗ്രഫിയാണ് ഇവിടെ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. കോസ്റ്റൽ ഏരിയയിൽ ആളുകൾ യൂസ് ചെയ്തിരുന്ന കുറച്ച് ഉപകരണങ്ങൾ, വീട്ടിൽ യൂസ് ചെയ്തിരുന്ന കുറച്ച് ഉപകരണങ്ങൾ, കൂടാതെ ഇൻസ്ട്രുമെൻറ്റ്സ്, തഞ്ചാവൂർ അമ്പലങ്ങളിലെ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ്, പിന്നെ ഉപകരണങ്ങൾ എന്നിവയാണ് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്. ഇതാണ് ചെട്ടിയാർ വീട്ടിലെ ചെട്ടിയാറുടെ മകൻ്റെ റൂം എന്ന് പറയപ്പെടുന്നത്. ഫ്രണ്ടിലെ സ്ഥലം എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യാനും റിച്വൽസിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ബാക്കിലെ സ്പേസ് ഡൗറി കിട്ടിയ ഒബ്ജക്ട്സ്, അതായത് ഡൗറി കിട്ടിയ മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ ആർട്ടിസ്റ്റ് കലാപരമായ രീതിയിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് അമ്പൂർ ഹൗസ് ആണ് കേട്ടോ, അല്ലെങ്കിൽ ബ്രാഹ്മിൻസ് ഹൗസ്. ഇതാണ് അമ്പൂർ ഹൗസ്. തമിഴ്നാട്ടിലെ വെല്ലൂർ മേഖലയിൽ പുതുതായി പ്രഖ്യാപിച്ച തിരുപ്പത്തൂർ ജില്ലയിലെ ഒരു പട്ടണവും മുനിസിപ്പാലിറ്റിയുമാണ് അമ്പൂർ. ചെന്നൈക്കും ബാംഗ്ലൂരിനുമിടയിൽ പലാർ നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അമ്പൂർന്ന് കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഓർമ്മ വരുന്നത് അമ്പൂർ ബിരിയാണി ആയിരിക്കും അല്ലേ. പിന്നെ പ്രശസ്തമായത് അവരുടെ മഖൻ പേടയുമാണ്.
അടുത്ത നമ്മൾ പോകുന്നത് സത്തനൂർ ഹൗസ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഹൗസ്. പണ്ട് കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന എല്ലാ ഉപകരണങ്ങളും ഇവിടെ എക്സിബിറ്റിൽ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം കേരള സെക്ഷനിലേക്കാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ വീടുകൾ എന്ത് രസമായിട്ട് ഇവിടെ ബിൽഡ് ചെയ്തിരിക്കണമെന്ന് അറിയോ? സെയിം ടു സെയിം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ അതേപോലെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നതാണ് സിറിയൻ ക്രിസ്ത്യൻ ഹൗസ്. നമ്മുടെ നാട്ടിലെ പണ്ടത്തെ ഒരു ക്രിസ്ത്യൻ ഹൗസാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. കിച്ചൺ, നമ്മൾ വെള്ളം കോരുന്ന സ്ഥലം. ഇതാണ് എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം വീട്. ഇതെങ്ങനെയുണ്ടെന്ന് നമുക്കുള്ളിൽ കയറി നോക്കാം. വിഷു കണിയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വിവിധ മതത്തിലുള്ളവരുടെ വേഷവിധാനങ്ങളും അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഫോട്ടോസും ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് പുറത്തു നോക്കിയപ്പോൾ നാട്ടിലെത്തിയ പോലെ തോന്നി. ഇതിൻ്റെ ക്ലോസിംഗ് ടൈം ആവാറായെന്ന് തോന്നുന്നു കേട്ടോ. അതാണ് ചേച്ചിമാരെല്ലാം വൃത്തിയാക്കി ഇവിടെ അടയ്ക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് കാലിക്കറ്റ് ഹൗസ്. കോഴിക്കോടിലെ ഒരു ഹിന്ദു വീടാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്.
ഇതാണ് പോട്ടേഴ്സ് ഹൗസ്. കളിമണ്ണ് ഉപയോഗിച്ച് പലതരം പാത്രങ്ങൾ നിർമ്മിക്കുന്നതിനെയാണ് പോട്ടറി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് വീവേഴ്സ് ഹൗസ്. ബട്ട് കാണാൻ സാധിച്ചില്ല, ഓൾറെഡി 6 o'clock കഴിഞ്ഞുകൊണ്ട് എല്ലാം ക്ലോസ് ആയി. നെക്സ്റ്റ് ടൈം എന്തായാലും വന്ന് കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ് വീട് എന്തായാലും കാണണമെന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.